നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത, ബാഹുൽ രമേഷ് തിരക്കഥ എഴുതിയ, ആസിഫ് അലി നായകനായിട്ടെത്തിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗുഡ്വിൽ പ്രൊഡക്ഷൻസിന് വേണ്ടി ജോബി ജോർജ് തടത്തിൽ ആണ്. ഈ സിനിമയിൽ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ആസിഫ് അലി അജയ് ചന്ദ്രൻ KV എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. എക്സ് മിലിറ്ററിക്കാരൻ അപ്പു പിള്ളയായിട്ടാണ് വിജയരാഘവൻ. അജയ് ചന്ദ്രൻ്റെ അച്ഛനായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ശകലം ഓർമ്മക്കുറവുള്ള ഒരാളാണ്. അത് മറച്ചു പിടിക്കാനായിട്ട്, അതിൻ്റെ പ്രതികരണങ്ങളായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതാരും അറിയരുത്. തൻ്റെ ഈ ഓർമ്മ, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്ന തൻ്റെ ഈ ഓർമ്മയുടെ കാര്യം ആരും അറിയരുത്. മിലിറ്ററിയിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപർണ ബാലമുരളി അപർണയായിട്ടെത്തുന്നു, അശോകൻ ശിവദാസനായിട്ടെത്തുന്നു, സുമദത്തനായിട്ടാണ് ജഗദീഷ് എത്തുന്നത്. അതായത് ഫോറസ്റ്റ് വാച്ചറുടെ റോളിൽ ചാച്ചു എന്ന ഒരു കുട്ടി ആയിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആരവ് ആണ്. ചാച്ചു എന്ന കുട്ടിയായിട്ട് വരുന്നത്. മറ്റ് പല നടീനടന്മാരും ഈ സിനിമയിൽ ഉണ്ട്. ഈ സിനിമ ആരംഭിക്കുന്ന സമയത്ത് അപർണയും അജയ് ചന്ദ്രനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ, രജിസ്റ്റേർഡ് വിവാഹത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അങ്ങനെ അവർ തറവാട്ടിലെത്തുന്നു. ജയരാഘവൻ്റെ അപ്പുപിള്ള ജീവിക്കുന്ന ആ തറവാട്. അപ്പുപിള്ളയുടെ ഈ ഓർമ്മ പോക്കാണ്, അല്ലെങ്കിൽ ഓർമ്മ നഷ്ടമാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാം. അവിടെ ഒരു കാടിൻ്റെ നടുവിലാണ് ഇവരുടെ തറവാട് ഇരിക്കുന്നത്. ഒരു വനപ്രദേശമാണ് ആ മേഖലയാകെ. കുരങ്ങുകളാണ് അവിടുത്തെ ഇവരുടെയൊക്കെ സഹവാസികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാവുകയും ആ ഇലക്ഷനിൽ പ്രൈവറ്റായിട്ടുള്ള പിസ്റ്റളുകൾ, തോക്കുകൾ ഒക്കെ കൈവശം വച്ചിരിക്കുന്ന ആളുകളുടെ പിസ്റ്റളുകളും തോക്കുകളും ഒക്കെ പോലീസ് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ, ഈ അപ്പുപിള്ളയുടെ പിസ്റ്റൾ മാത്രം കാണാതെ ആവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു വലിയ കേസായി മാറും എന്നുള്ളത് കൊണ്ട് തകൃതിയായിട്ടുള്ള അന്വേഷണം നടക്കണം. ഓർമ്മ പോയ ഒരാൾക്ക് എങ്ങനെ ലൈസൻസ് കിട്ടി, അല്ലെങ്കിൽ അയാളുടെ ലൈസൻസ് എങ്ങനെ പുതുക്കാനായിട്ട് സാധിച്ചു എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ പുറകെ പോലീസുകാരും, പിസ്റ്റൾ കാണാതെ പോയതിൻ്റെ പുറകെ അജയ് ചന്ദ്രനും അപർണയും ഒക്കെ സഞ്ചരിക്കുകയാണ്. കൂസലില്ലാത്ത ഒരേ ഒരാൾ അപ്പുപിള്ള മാത്രമാണ്. അപ്പുപിള്ളയുടെ ഓരോ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടത്തെ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ, അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട് മാത്രമായിട്ടാണ് തിരക്കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. സംവിധായകനും അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഈ സിനിമ ആദിമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ബോറടിയും ഈ സിനിമ നമുക്ക് നൽകുന്നില്ല. പക്ഷേ പതിവ് പോലെ തന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഇക്കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളും, ആധുനികരായിട്ടുള്ള യുവാക്കളുടെ സിനിമകളിലെല്ലാം തന്നെ കാണുന്ന ആ ഒരു ദോഷം ഈ സിനിമയ്ക്കും ഉണ്ട്. എന്തെന്നാൽ നല്ല രീതിയിലുള്ള വെളിച്ചം നൽകിക്കൊണ്ട് ഈ സിനിമയെ അവതരിപ്പിക്കുവാനായിട്ട്, വെളിച്ചമില്ലാത്തടത്ത് വെളിച്ചം വേണ്ട, പക്ഷേ ഇരുളും വെളിച്ചവും ആണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം. ഇരുളും വെളിച്ചവും ആണ് സിനിമയുടെ ആ ലൈറ്റനിങ്ങിൽ ക്യാമറമാൻ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ത് ആധുനികതയാണ് എന്ന് പറഞ്ഞാലും മനുഷ്യൻ കണ്ണുകൊണ്ടാണ് ഇതെല്ലാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്. കണ്ണിൽ നിന്നും മനസ്സിലേക്കും തലച്ചോറിലേക്കും ഒക്കെ ഇങ്ങനെ പ്രവേശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, തരംഗങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. ആ തരംഗങ്ങളൊക്കെ ബ്രേക്കാവുന്ന രീതിയിലാണ് സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ചേർന്ന് അതിൻ്റെ പിക്ചറൈസേഷൻ നിർവഹിച്ചിരിക്കുന്നത്.
അതാണ് ഒരു പ്രധാനപ്പെട്ട ദോഷം ഈ സിനിമയ്ക്ക് സംഭവിച്ചത്, അതുമാത്രമാണ്. ബാക്കി കാസ്റ്റിംഗ് എല്ലാം കറക്റ്റാണ്, അഭിനയവും കറക്റ്റാണ്. വിജയരാഘവനും ആസിഫ് അലിയും അപർണ ബാലമുരളിയും ജഗദീഷും അശോകനും ഈ സിനിമയിൽ വരുന്ന എല്ലാവരും ഭംഗിയായി അവരവരുടെ റോളുകൾ നിർവഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ അജയ് ചന്ദ്രൻ്റെ മുൻകാല ഭാര്യ പ്രവീണയുടെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ ഈ കുട്ടിയെ കാണാതാവുന്നുണ്ട്, ഇവരുടെ കുട്ടിയെ കാണാതാവുന്നുണ്ട്. അപർണ ബാലമുരളിയുടെ അപർണ എന്ന കഥാപാത്രം അതിൻ്റെ പിറകെ പോവുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എവിടെയാണ് കുട്ടി, ഇതെല്ലാം അന്വേഷിച്ച് ചെന്ന് ചേരുമ്പോൾ അവസാനം പറയുന്ന കാര്യം, ഈ അപ്പുപിള്ളയുടെ തോക്ക് എടുത്ത് പിടിച്ച് കുട്ടി കളിക്കാൻ ശ്രമിച്ച സമയത്ത് അമ്മ പ്രവീണ ക്യാൻസർ രോഗിയാണ്. പ്രവീണ വന്ന് പിടിക്കുകയും അതിൽ നിന്ന് വെടിയുതിർത്ത് ഈ കുട്ടി മരിക്കുകയും ആണ് ചെയ്യുന്നത്. ഈ കുട്ടിയെ അപ്പുപിള്ള അതിവിദഗ്ധമായി മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുകയാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. പലതരത്തിലുള്ള ദൃശ്യ അനുഭവങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഒരിക്കലൊരു കുരങ്ങിൻ്റെ ശവം അപ്പുപിള്ള വിറ്റ സ്ഥലത്ത് നിന്നും ആളുകൾ അവിടെ കെട്ടിടം പണിയാനായിട്ട് വാനം താത്തിയപ്പോൾ കണ്ടെത്തുകയും അതൊരു കുരങ്ങിൻ്റെ, നമ്മളാദ്യം വിചാരിക്കും കുട്ടിയുടെ ആയിരിക്കുമെന്ന് വിചാരിക്കും, പക്ഷേ അതൊരു കുരങ്ങിൻ്റെ ശവം ആയിരുന്നു അവിടെ മറവ് ചെയ്തിരുന്നത്. അതിൻ്റെ അസ്ഥികൂടമാണ് അവിടെ നിന്നും കിട്ടിയത്. ഏതായാലും ആസിഫ് അലിയും അപർണ ബാലമുരളിയും വിജയരാഘവനും ഒക്കെ ഭംഗിയായിട്ട് അഭിനയിച്ച് സസ്പെൻസിലൂടെ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാക്കി ഇതിനെ മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രമാണ് അപകടം സംഭവിച്ചത്. അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. പുതിയ ആളുകൾ അത് ശ്രദ്ധിക്കണം. വനത്തിൻ്റെ ഉള്ളിലാണ് എന്ന് കരുതി അവിടെ ലൈറ്റ് വേണ്ട എന്ന് ആരാണ് പറഞ്ഞത്? അവിടെ കൃത്രിമമായ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കണം. ലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും സംഗതി നടക്കുന്നത്. പക്ഷേ രാത്രി കാണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കാറുണ്ടല്ലോ. മൊത്തം ഒറിജിനാലിറ്റിക്ക് വേണ്ടി മൊത്തം ഇരുട്ടാണെങ്കിലോ ആസ്വാദകർക്ക് ഒന്നും കാണാനും പറ്റില്ല. ഇപ്പോൾ ശകല ഒരു വെളിച്ചം ആളുകളുടെ മുഖത്ത് വേണം. ഇതൊരു നിയമമാണ്, അലിഖിതമായിട്ടുള്ള ഒരു നിയമം, സിനിമയെ സംബന്ധിച്ചിട്ടുള്ള അലിഖിതമായിട്ടുള്ള ഒരു നിയമമാണ്. അതിനെ ഒന്നും ലംഘിക്കാനൊന്നും പാടില്ല. അപ്പോൾ നേര് എന്ന് പറയുന്ന സിനിമയെപ്പറ്റി പറഞ്ഞ സമയത്ത് സിദ്ദിഖിൻ്റെ പ്രതിമ ഇവളുണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്, അതിലെ ആ വിക്ടിം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വെളിച്ചം കൊടുക്കുന്നത് എങ്ങോട്ടാണ്? സംവിധായകൻ വെളിച്ചം കൊടുക്കുന്നത് സിദ്ദിഖിൻ്റെ മുഖത്തേക്കാണ്. ശരിക്കും വെളിച്ചം കൊടുക്കേണ്ടിയിരുന്നത് പ്രതിമയുടെ മുഖത്തേക്കാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം സിദ്ദിഖിൻ്റെ മുഖത്തേക്ക് കൊണ്ടുപോയി വെളിച്ചം കൊണ്ടുവന്ന് വെച്ചു. അവിടെ അത് പൊളിഞ്ഞ് പാളിസായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ വെളിച്ചം കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം വെളിച്ചം കൊടുക്കണം. വെളിച്ചമുണ്ടെങ്കിലേ ഇരുട്ടിന് പ്രസക്തിയുള്ളൂ, ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന് പ്രസക്തിയുള്ളൂ എന്നുള്ള അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കണം, കലാകാരൻ മനസ്സിലാക്കണം. ഇവിടെ അപ്പുപിള്ള എന്ന പേരൊക്കെ കൊടുത്തിരിക്കുന്നത് അത് കൃത്രിമമായിട്ടുള്ള ഒരു പേരാണ്. അപ്പുപിള്ള എന്നുള്ള ആ പേര് അജയചന്ദ്രനും അപർണയും ശിവദാസനും സുമദത്തനും ഒക്കെ ഇവരൊക്കെ ആ പേരുകളൊക്കെ കൊള്ളാം. പക്ഷെ അപ്പുപിള്ള എന്ന പേര് അത് അരോചകമായിട്ട് തോന്നുന്നുണ്ട് ഈ സിനിമയിൽ നിന്നും എന്നുകൂടി നമ്മൾ പറഞ്ഞ് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ സിനിമ നമുക്ക് ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ജഗദീഷും വിജയരാഘവനും അശോകനും ആസിഫ് അലിയും ഒക്കെ നല്ല രീതിയിലുള്ള നല്ല പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് നമ്മെ ആസ്വദിപ്പിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്, ആസ്വാദകർക്ക് വേണ്ടതും അത് തന്നെയാണ് എന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.